ഹലോ എവ്രി വൺ, BEGLA 135-ന്റെ ഈ ഒരു ക്രാഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മോഡൽ ഓക്സിലറി വെർബ്സ്. നമുക്കറിയാം, ആർട്ടിക്കിൾസിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് മോഡൽ ഓക്സിലറി വെർബ്സ്. അല്ലേ? കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് മോഡൽ ഓക്സിലറി വെർബ്സ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനെ നമ്മൾ രണ്ട് ഭാഗമാക്കി തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ വി വിൽ ബി ഡിസ്കസിങ് വാട്ട് ഈസ് മോഡൽ ഓക്സിലറി വെർബ്, അതുപോലെ തന്നെ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള മോഡൽ ഓക്സിലറി വെർബ്സിനെ വിത്ത് എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവ കൂടാതെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂൺ 2022 ടേം ആൻഡ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ എങ്ങനെയാണ് സാധാരണ ഈ ഒരു ക്വസ്റ്റ്യൻസ് മോഡൽ ഓക്സിലറി വെർബ്സ് ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇവിടെ ഞാനൊരു ജൂൺ 2022 ടേം ആൻഡ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം, ടോട്ടൽ 5 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. 5 മാർക്സിന് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് മോഡൽസ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് മോഡൽ വെർബ്സ്, മോഡൽ ഓക്സിലറി വെർബ്സ്, അതുപോലെ തന്നെ മോഡൽസ്, ഈ 3 രൂപത്തിലും സാധാരണ മോഡൽ ഓക്സിലറി വെർബ്സിനെ ചോദിക്കാറുണ്ട്. അപ്പം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരുന്നത്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് മോഡൽസ്. ഓക്കെ, അപ്പോൾ ഇവിടെ സാധാരണ 5 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. 5 ക്വസ്റ്റ്യൻസിൽ 5 സെന്റൻസുകളിൽ നിങ്ങൾ ആ ഒരു ബ്ലാങ്ക് ആയി തന്നിട്ടുള്ള സ്പേസിനെ അപ്രോപ്രിയേറ്റ് മോഡൽസ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. വാട്ട് ഈസ് മോഡൽ വെർബ്സ്? നമുക്കറിയാം, മോഡൽ വെർബ്സിനെ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ മോഡൽ വെർബ്സിനെ നമ്മൾ സാധാരണ മോഡൽസ് എന്ന് വിളിക്കാറുണ്ട്, അല്ലെ? അപ്പൊ എന്താണ് ഈ ഒരു മോഡൽ വെർബ്സ്? മോഡൽ വെർബ്സ് ആർ ഹെൽപ്പിംഗ് വെർബ്സ് ദാറ്റ് ആർ യൂസ്ഡ് അലോങ് വിത്ത് മെയിൻ വെർബ്. അപ്പോൾ ശ്രദ്ധിക്കുക, മോഡൽ വെർബ്സും ഹെൽപ്പിംഗ് വെർബാണ്. എന്തിനെയാണ് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്പിംഗ് മെയിൻ വെർബ്, അല്ലെ? ഈ മോഡൽ ഓക്സിലറി വെർബ്സ് തനിച്ചല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തിന്റെ കൂടെയാണ്? വെർബ്സിന്റെ കൂടെയാണ്, മെയിൻ വെർബിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറുള്ളത്? സാധാരണ മോഡൽ ഓക്സിലറി വെർബ്സ് ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾ ഇപ്പോൾ തൽക്കാലം തിയറി കുറച്ച് കേൾക്കുക, ഇതിനുശേഷം നമ്മൾ എക്സാമ്പിൾസിലേക്ക് പോകുന്ന സമയത്ത് കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പൊ ആദ്യം ഞാൻ പറയുന്ന പോയിന്റ്സുകളൊക്കെ 1 by 1 ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. സെന്റൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ ഞാനത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അപ്പം കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമാവും. ഓക്കെ, പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എബിലിറ്റി, കപ്പാസിറ്റി, പോസിബിലിറ്റി, seek or granting permission, offering, inviting, suggesting, necessity and obligation, politeness, expressing desires and preference. അല്ലെ? ഈ ഒരു ലോങ് ലിസ്റ്റ് ആണ്, അല്ലെ? അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു മോഡൽ ഓക്സിലറി വെർബ്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പോസിബിലിറ്റിയെ അല്ലെങ്കിൽ എബിലിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? നമ്മൾ കഴിവിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, പോസിബിലിറ്റി, അല്ലെ? ചാൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, കപ്പാസിറ്റി, അല്ലെ? എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള കഴിവിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഓഫർ ചെയ്യുന്ന സമയത്ത് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സജഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? ഒബ്ലിഗേഷനെ കാണിക്കാൻ, പൊളൈറ്റ് ആയിട്ട് ആളുകളോട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ, നമ്മുടെ പ്രിഫറൻസുകൾ കാണിക്കാൻ, അല്ലെ? നമ്മുടെ സെലക്ഷൻസിനെ കാണിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറുള്ളത്? മോഡൽ ഓക്സിലറി വെർബ്സ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ നമ്മുടെ എബിലിറ്റിയെ കാണിക്കാൻ, അല്ലെ? എബിലിറ്റിയെ കാണിക്കാൻ നമ്മൾ ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? മോഡൽ ഓക്സിലറി ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ എബിലിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പോസിബിലിറ്റി, ചാൻസിനെ നമുക്ക്, അതുപോലെ തന്നെ നമുക്ക് പെർമിഷന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതുപോലെ പെർമിഷൻ കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഓഫർ ചെയ്യാനും ഒരാളുകളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാനൊക്കെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും. ഏത് ഉപയോഗിക്കുന്നതിലൂടെ? ഈ ഒരു മോഡൽ വെർബ്സ് ഉപയോഗിക്കുന്നതിലൂടെ. അപ്പോൾ ഇത്രയാണ് ഓർക്കേണ്ട കാര്യങ്ങൾ, ഇത്രയാണ്. മോഡൽ ഓക്സിലറി വെർബ്സ് മെയിൻ വെർബിന്റെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇത് പല പേർപ്പസിനും ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, നമ്മൾ എബിലിറ്റി, ഒരു സെന്റൻസ് നമ്മൾ എബിലിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റി കാണിക്കാൻ, പോസിബിലിറ്റിയോ പെർമിഷൻ കൊടുക്കാനൊക്കെയാണ് സാധാരണ ഏത് ഉപയോഗിക്കാറുള്ളത്? മോഡൽ ഓക്സിലറി വെർബ്സ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓരോ മോഡൽ ഓക്സിലറി വെർബ്സും ഉപയോഗിക്കുന്നത്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ടു എക്സ്പ്രസ് എബിലിറ്റി, അല്ലെ? നമ്മളൊരു കഴിവിനെ കാണിക്കാൻ എന്തുപയോഗിക്കും? നമ്മൾ മോഡൽ ഓക്സിലറി ഉപയോഗിക്കാറുണ്ട്, അല്ലെ? ഇത് സാധാരണ നമുക്ക് അറിയുന്നതാണ്, നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെ?
ക്യാൻ ആൻഡ് കുഡ് ആണ് നമ്മൾ എബിലിറ്റി, കഴിവിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നത്. നോക്ക് നിങ്ങൾ, യൂസ് ടു എക്സ്പ്രസ് എ പേഴ്സൺസ് ജനറൽ എബിലിറ്റി ഓർ കപ്പാസിറ്റി ടു ഡു സംതിങ്. അപ്പോൾ എബിലിറ്റി മീൻസ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റി അല്ലേ, അല്ലെങ്കിൽ എബിലിറ്റിയെ കാണിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ക്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്ക് നിങ്ങൾ, ഷീ ക്യാൻ സ്വിം. ഞാൻ നേരത്തെ പറഞ്ഞു മോഡൽ ഓക്സിലറി വെർബ്സ് എന്തിന്റെ കൂടെ ഉപയോഗിക്കാറുള്ളത്? വെർബിന്റെ കൂടെയാണ് ഉപയോഗിക്കാറുള്ളത് അല്ലെ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഷീ ക്യാൻ മോഡൽ വെർബാണ്. സ്വിം, സ്വിം എന്നുള്ളത് വെർബാണ്, വെർബിന്റെ കൂടെ മുന്നിലാണ് ഉപയോഗിക്കുന്നത്. ഷീ ക്യാൻ സ്വിം അല്ലെ. ഇവിടെ എബിലിറ്റിയാണ് കാണിക്കുന്നത് അല്ലെ, സ്വിം ചെയ്യാനുള്ള കഴിവിനെയാണ്. ഷീ ക്യാൻ സ്വിം അല്ലെ. അതുപോലെ തന്നെ ഐ കുഡ് ഹെൽപ്പ് യു ഇഫ് യു വോണ്ട് അല്ലെ. ഐ കുഡ് അല്ലെ, കഴിയും അല്ലെ. അതും എന്തിനെ കാണിക്കുന്നതാണ്? എബിലിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, റിക്വസ്റ്റ് ആൻഡ് പൊളൈറ്റ് എക്സ്പ്രഷൻസ് അല്ലെ. റിക്വസ്റ്റ് ചെയ്യാൻ അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആവശ്യമുണ്ട് അല്ലേ, അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യണം നമുക്കത് കിട്ടണമെങ്കിൽ അല്ലെ. അപ്പൊ അതെങ്ങനെ നോക്ക് നിങ്ങൾ, ഇവിടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കുഡ് ആൻഡ് വുഡ് അല്ലെ. കുഡ് ആൻഡ് വുഡ് ആണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി. പൊളൈറ്റ് എക്സ്പ്രഷൻ അല്ലെ, മറ്റുള്ള ആളുകൾ എടുത്തുനിന്ന് അവരുടെ എന്തെങ്കിലും ഒരു എക്വിപ്മെന്റ്സ് അല്ലെ, കാശോ മൊബൈലോ പെന്നോ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു റിക്വസ്റ്റ്. അതും റിക്വസ്റ്റ് എങ്ങനെ ചെയ്യണം? പൊളൈറ്റ് ആയിട്ട്, റെസ്പെക്റ്റോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റിക്വസ്റ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ നോക്ക് നിങ്ങൾ, കുഡും വുഡും ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. നോട്ട് ചെയ്യുക നിങ്ങൾ, കുഡ് ആൻഡ് വുഡ്. ഇത് എന്തിനാ? യൂസ് ടു മേക്ക് പൊളൈറ്റ് റിക്വസ്റ്റ്. കുഡ് യു പാസ് ദി സോൾട്ട് പ്ലീസ്? കുഡ് യു പാസ് ദി സോൾട്ട് പ്ലീസ് അല്ലെ. അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, വളരെ പൊളൈറ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് അല്ലെ. നമ്മൾ പറയാറുണ്ട് കുഡ് ഐ യൂസ് യുവർ മൊബൈൽ, കുഡ് ഐ യൂസ് യുവർ മൊബൈൽ, എന്നൊന്ന് മൊബൈൽ ഒന്ന് ഉപയോഗിച്ചോട്ടെ അല്ലെ. അതൊരു പൊളൈറ്റ് റിക്വസ്റ്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ വുഡ് നോക്ക് നിങ്ങൾ, വുഡ് യൂസ് ടു ഓഫർ അസിസ്റ്റൻസ് അല്ലെ. നമ്മൾ ഒരു ഹെൽപ്പ് നമ്മൾ ഓഫർ ചെയ്യാണ് അല്ലെ. അപ്പൊ അത് നോക്ക് നിങ്ങൾ എങ്ങനെ? വുഡ് യു ലൈക്ക് മീ ടു ഹെൽപ്പ്? വുഡ് യു ലൈക്ക് മീ ടു ഹെൽപ്പ് അല്ലെ, ഞാൻ നിന്നെ സഹായിക്കണമോ അല്ലെ. വുഡ് യു ലൈക്ക്, നിനക്ക് ഇഷ്ടമാണോ എന്ത്? മീ ടു ഹെൽപ്പ്, ഞാൻ നിന്നെ സഹായിക്കുന്നത്. വുഡ് യു മൈൻഡ് ഇഫ് ഐ ക്ലോസ് ദി വിൻഡോ? വുഡ് യു മൈൻഡ് ഇഫ് ഐ ക്ലോസ്ഡ് ദി വിൻഡോ അല്ലെ. ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് രണ്ട് ആളുകൾ ഒരേ റൂമിലാണ്, അപ്പം പുറത്ത് മഴ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നമ്മുടെ ഹെൽപ്പ് ഓഫർ ചെയ്യാണ്. എന്ത്? നമ്മൾ പറയാണ് കുഡ് യു മൈൻഡ് ഇഫ് ഐ ക്ലോസ് ദി വിൻഡോ അല്ലെ. ഇനി ഈ ഒരു സെന്റൻസ് വേറെ രൂപത്തിൽ എടുക്കാം. നമ്മൾ എങ്ങനെ? നമ്മൾ അവനോട് പെർമിഷൻ എടുക്കുന്നതാണ് അല്ലെ, റിക്വസ്റ്റ് ചെയ്യുന്നതാണ് അല്ലെ. ആ രൂപത്തിൽ എടുക്കാം. അതാ കുറച്ചും കൂടെ കറക്റ്റ് ആവുന്നത്. വുഡ് യു മൈൻഡ് ഇഫ് ഐ ക്ലോസ്ഡ് ദി വിൻഡോ? ഞാൻ ആ വിൻഡോ ക്ലോസ് ചെയ്താൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ അല്ലെ. ഇവിടെ എന്ത് ചെയ്യുന്ന ആളെ? റിക്വസ്റ്റിനാണ്. ഓക്കെ, യെസ്, ഫൈൻ. നെക്സ്റ്റ് വൺ, എബിലിറ്റി ഇൻ ദി പാസ്റ്റ്. ഇനി നമുക്ക് ഈ കുഡ് എവിടെ ഉപയോഗിക്കാൻ സാധിക്കും? പാസ്റ്റിൽ നമ്മളുടെ എബിലിറ്റിയെ കാണിക്കാൻ. അത് ക്യാൻ്റെ പാസ്റ്റ് ആണ്, കുഡ് ഡയറക്റ്റ് ആണ്, കൺഫ്യൂഷൻ ഒന്നുമില്ല. കുഡ് യൂസ് ടു എക്സ്പ്രസ് പാസ്റ്റ് എബിലിറ്റി. വെൻ ഐ വാസ് യങ് ഐ കുഡ് റൺ മച്ച് ഫാസ്റ്റ്. കണ്ടോ, ഐ കുഡ് റൺ അല്ലെ. എന്തിന്റെ ഫ്രണ്ടിലാണ് ഉപയോഗിക്കാറുള്ളത്? എവിടെ ഉപയോഗിക്കാറുള്ളത്? വെർബിന്റെ ഫ്രണ്ടിലാണ് ഉപയോഗിക്കാറുള്ളത്. വെൻ ഐ വാസ് യങ്, പാസ്റ്റിലാണ്. യങ്ങർ ആയിരുന്ന സമയത്ത് ഐ കുഡ്, കഴിഞ്ഞിരുന്നു. എന്തിനെ കാണിക്കുന്നു? എബിലിറ്റിയെ കാണിക്കുന്നു. നെക്സ്റ്റ് വൺ, റിഗ്രറ്റ് ആൻഡ് വിഷസ് അല്ലെ. നമുക്ക് കാണാൻ പറ്റും റിഗ്രറ്റിനെ കാണിക്കാൻ, നമ്മൾ അപ്പോളജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വിഷ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ഏതൊക്കെ? കുഡ് ഓർ മൈറ്റ്. നോക്ക് നിങ്ങൾ, കുഡ് ഓർ മൈറ്റ് യൂസ് ടു എക്സ്പ്രസ് റിഗ്രറ്റ് ഓർ വിഷ് ഫോർ ഡിഫറെന്റ് പാസ്റ്റ്. സോറി അല്ലെ. നോക്ക് നിങ്ങൾ എങ്ങനെ? ഐ വിഷ് ഐ കുഡ് ഹാവ് attended the event. നോക്ക് നിങ്ങൾ, ഐ വിഷ് ഐ കുഡ് അല്ലെ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്? പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? പാർട്ടിക്ക് പോകാൻ പറ്റിയില്ല, പ്രോഗ്രാമിന് പോകാൻ പറ്റിയില്ല. വീണ്ടും നമ്മൾ കാണുകയാണ് അല്ലെ. കാണുന്ന സമയത്ത് നമ്മൾ പറയാണ് ഐ വിഷ് അല്ലെ, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത്? ഐ കുഡ് ഹാവ് അറ്റൻഡഡ് ദി മീറ്റിംഗ്. അവിടെ ഉപയോഗിച്ചുള്ളത് കുഡ് ആണ്. ഐ കുഡ് ഹാവ് അറ്റൻഡഡ് ദി ഇവന്റ് അല്ലെ. ഇവന്റ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ഐ വിഷ്, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെ, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഐ കുഡ് അല്ലെ, പക്ഷെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അവിടെ റിഗ്രറ്റ് കാണിക്കുകയാണ്, അപ്പോളജൈസ് ചെയ്യാണ്, ക്ഷമ ചോദിക്കുകയാണ്. റൈറ്റ്. നെക്സ്റ്റ് വൺ, ഫ്യൂച്ചർ പോസിബിലിറ്റി അല്ലെ. അതുപോലെ തന്നെ ചില മോഡൽ ഓക്സിലറി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്തിനെ കാണിക്കാൻ? ഫ്യൂച്ചർ അല്ലെ, പോസിബിലിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഏതാ നോക്ക് നിങ്ങൾ? മേ, മൈറ്റ്. മേ,
മൈറ്റ് അല്ലെ. നോക്കി നിങ്ങൾ, ഇത് എക്സ്പ്രസ് ദ പോസിബിലിറ്റി ഇൻ ദി ഫ്യൂച്ചർ. അതും എങ്ങനെ? ഐ മൈറ്റ് ട്രാവൽ ടു യൂറോപ്പ് നെക്സ്റ്റ് ഇയർ. ഐ മൈറ്റ് അല്ലെ, ഒരു പക്ഷേ ഐ മൈറ്റ് ട്രാവൽ ടു യൂറോപ്പ് നെക്സ്റ്റ് ഇയർ അല്ലെ. ഒരു പക്ഷേ അത് പോസിബിലിറ്റി ആണ്, ഒരു പക്ഷേ സാധ്യത ഉണ്ട് അല്ലെ. യുവർ ഫ്രണ്ട് മേ കം ടു വിസിറ്റ് യുവർ നെക്സ്റ്റ് വീക്ക്. യുവർ ഫ്രണ്ട് മേ കം ടു വിസിറ്റ് യു നെക്സ്റ്റ് വീക്ക് അല്ലെ. മേ കം അല്ലെ. അപ്പൊ ഇവിടെ മേ ആണ് മോഡൽ, അതൊരു പോസിബിലിറ്റി ആണ്. എന്ത് ചെയ്യുന്നത്? ഒരു പക്ഷേ വിസിറ്റ് ചെയ്യാം, നോട്ട് ഷുവർ. നെക്സ്റ്റ് വൺ ഒബ്ലിഗേഷൻ അല്ലെ. ഒബ്ലിഗേഷനെ കാണിക്കാൻ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്യൽ നിർബന്ധമാണ് അല്ലെ. അതൊരു പാർട്ട് ഓഫ് ഡ്യൂട്ടി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. യു ഹാവ് ടു ഡു ദാറ്റ് അല്ലെ. അപ്പൊ നോക്കൂ, മസ്റ്റ്. യു മസ്റ്റ് കംപ്ലീറ്റ് ദി അസൈൻമെന്റ് ബൈ ടുമോറോ. ടീച്ചർ ഓർഡർ കൊടുക്കുകയാണ്, എന്ത്? ഒബ്ലിഗേഷൻ ആണ്, അല്ലെങ്കിൽ മാർക്സ് കിട്ടില്ല, കമ്പൽസറി ആണ്. യു മസ്റ്റ് കംപ്ലീറ്റ് ദി അസൈൻമെന്റ് ബൈ ടുമോറോ. യു മസ്റ്റ് ഫോളോ ദ കമ്പനീസ് ഡ്രസ് കോഡ് അല്ലെ. കമ്പനി ഡ്രസ് കോഡ് എന്ത് ചെയ്യണം? യു മസ്റ്റ് ആണ്, കമ്പൽസറി ആണ്, ഫോഴ്സ്ഫുൾ ആണ് അല്ലെ. ഇനി ഷുഡ്. നോക്ക് നിങ്ങൾ, സ്റ്റുഡന്റ് ഷുഡ് അറ്റൻഡ് ദി ലെക്ചർ ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അല്ലെ. അപ്പം ഇത് നിർബന്ധമാണ്, കമ്പൽസറി ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒബ്ലിഗേഷൻ ആയിട്ട് വരുന്ന മോഡൽ ഓക്സിലറി വെർബ്സ് സെയിം അല്ലെ. ഒബ്ലിഗേഷനെ കാണിക്കുന്ന രണ്ട് മോഡൽസ് സാധാരണ ചോദിക്കാറില്ല. രണ്ടെണ്ണം ചോദിച്ചാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പം വളരെ മൈന്യൂട്ട് ആയിട്ട് കാര്യങ്ങൾ നീക്കേണ്ടതായിട്ട് വരും. പക്ഷെ സാധാരണ ഒബ്ലിഗേഷനെ കാണിക്കുന്ന രണ്ട് ഓപ്ഷൻസ് സാധാരണ വരാറില്ല. ഓക്കെ. പിന്നെ നോക്ക്, നിങ്ങൾ ഷുഡ് ഉപയോഗിച്ചിട്ട് യു ഷുഡ് കൺസൾട്ട് വിത്ത് എ ഡോക്ടർ ഇഫ് യു ആർ ഫീലിംഗ് അൺവെൽ. യു ഷുഡ് കൺസൾട്ട്, വേറെ മാർഗമില്ല അല്ലെ. എന്ത് ചെയ്യണം? ഒബ്ലിഗേഷൻ ആണ്, നിർബന്ധമാണ്. യു ഷുഡ് അല്ലെ. അപ്പൊ ഷുഡും മസ്റ്റും എന്തിനെ കാണിക്കുന്നു? കമ്പൽസറി ആണ്, ഒബ്ലിഗേഷനെ കാണിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് ഒബ്ലിഗേഷനെ കാണിക്കുന്നതാണ് ought to. ought to. He ought to apologize for his rude behavior അല്ലെ. ഇതും എന്തിനെ കാണിക്കുന്നു? നമുക്ക് കാണാൻ സാധിക്കും, ഒബ്ലിഗേഷനെ കാണിക്കുന്നുണ്ട്, കടപ്പാടിനെ കാണിക്കുന്നു. ought to apologize for his rude behavior അല്ലെ. വേറൊരു മാർഗമില്ല, റൂഡ് ബിഹേവിയറിന് അപ്പോളജൈസ് ചെയ്തേ മതിയാവും അല്ലെ. ought to conserve the water during the drought. ought to കൺസേർവ് ചെയ്യണം, കൺസേർവ് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം വാട്ടറിനെ, എന്ത്? ഡ്യൂറിങ് ദി ഡ്രോട്ട് അല്ലെ. അതുപോലെ തന്നെ ഹാവ് ടു. ഹാവ് ടു നോക്ക് നിങ്ങൾ, എംപ്ലോയീസ് ഹാവ് ടു അറ്റൻഡ് മെന്ററി ട്രെയിനിങ് സെഷൻസ് അല്ലെ. അപ്പം എംപ്ലോയീസ് എന്ത് ചെയ്യണം? ഹാവ് ടു അറ്റൻഡ് മെന്ററി, നിർബന്ധമായിട്ടുള്ള ഒരു ഇത് എന്ത് ചെയ്യണം? ദേ ഹാവ് ടു അറ്റൻഡ് അല്ലെ. എംപ്ലോയീസ് ഹാവ് ടു. എംപ്ലോയീസ് എന്നുള്ളത് പ്ലൂറൽ ആവുന്ന സമയത്താണ് ഈ ഹാവ് ടു വരുന്നത് അല്ലെ. സബ്ജക്റ്റ് പ്ലൂറൽ ആവുന്ന സമയത്താണ് എംപ്ലോയീസ് ഹാവ് ടു വരുന്നത്. ഹാവ് ടു ഉപയോഗിക്കുന്നത് പ്ലൂറലിന്റെ കൂടെയാണ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. നീഡ് ടു. യു നീഡ് അല്ലെ. യുവിന്റെ കൂടെ സാധാരണ വരാറുള്ളതാണ്. യു നീഡ് ടു റിവൈസ് യുവർ റെസ്യൂം ബിഫോർ ദി ജോബ് ഇന്റർവ്യൂ അല്ലെ. അപ്പം യു നീഡ് ടു റിവൈസ് യുവർ റെസ്യൂം ബിഫോർ ദി ജോബ് ഇന്റർവ്യൂ. യു നീഡ്, യുവിന്റെ കൂടെ സാധാരണ യു നീഡ് ടു അല്ലെ. നീഡ് ടു. ഓക്കെ. അപ്പം വി നീഡ് ടു അഡ്രസ് ദി ഇഷ്യൂ ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടികളെ, ഇത് സാധാരണ ഒബ്ലിഗേഷനെ കാണിക്കുന്ന രണ്ട് മോഡൽസ് സാധാരണ വരാറില്ല. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ. ഇനി നമുക്ക് ജൂൺ 2022 ടേം ആൻഡ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് മോഡൽസ്. ഇവിടെ കാണാം 1 2 3 4 5 മോഡൽസ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം, എന്താണ് എന്നുള്ളത് 1 by 1 ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ കാണാം, യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഐ സീ യുവർ ലൈസൻസ് സെഡ് ദി പോലീസ്മാൻ. ഡാഷ് ഐ സീ യുവർ ലൈസൻസ് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് കൊടുക്കാം മേ ഐ അല്ലെ. റിക്വസ്റ്റ് ചെയ്യാൻ ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആണ് അല്ലെ. അപ്പൊ പോലീസുകാരൻ റൂഡാണെങ്കിൽ പറ്റില്ല എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ ഇവിടെ മേ ഐ സീ യുവർ ലൈസൻസ് വളരെ പൊളൈറ്റോട് കൂടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്, സെഡ് പോലീസ്മാൻ. എന്നിട്ട് നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് വൺ, ഐ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ മൈറ്റ് അല്ലെ. ഐ മൈറ്റ് ഗോ ടു മുംബൈ നെക്സ്റ്റ് വീക്ക്. എന്തിനെ കാണിക്കാനുള്ളതാണ്? പോസിബിലിറ്റിയെ കാണിക്കാനുള്ളതാണ്. ഐ മൈറ്റ്, നേരത്തെ മൈറ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ മൈറ്റ് ഗോ ടു മുംബൈ നെക്സ്റ്റ് വീക്ക് അല്ലെ. പോസിബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഞാൻ ആൻസേഴ്സിനെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വെച്ചിട്ട് നിങ്ങൾ ആൻസേഴ്സ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഐ വിൽ
റൈറ്റ് ആസ് സൂൺ ആസ് ഐ ക്യാൻ, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വില്ല്, ഇവിടെ വില്ലിങ്നെസ് ആണ് അദ്ദേഹം കാണിക്കുന്നത്. ഐ വിൽ ഡു ഇറ്റ്, അല്ലെ? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം അത് എന്ത് ചെയ്യും? ആസ് സൂൺ ആസ് പോസിബിൾ, അല്ലെ? അപ്പം അദ്ദേഹം എന്ത് ചെയ്യും? ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹം എന്ത് ചെയ്യുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹിയർ നമുക്കറിയാം വിൽ ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് എ ഫ്യൂച്ചർ ആക്ഷൻ ഓർ പ്ലാൻ, അല്ലെ? ഇവിടെ വില്ല് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് എന്തിനെ? ഇൻഡിക്കേറ്റ് ഫ്യൂച്ചർ ആക്ഷൻ, അല്ലെ? ഒരു ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഐ വിൽ റൈറ്റ് ആസ് സൂൺ ആസ് ഐ ക്യാൻ, അല്ലെ? ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു ഇന്റൻഷൻ ആണ്, അല്ലെ? അതേ ഒരു ഫ്യൂച്ചറിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇന്റൻഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. എന്ത്? ഐ വിൽ റൈറ്റ് ആസ് സൂൺ ആസ് ഐ ക്യാൻ, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ ആണ്, അദ്ദേഹത്തിന്റെ പ്ലാൻ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ വില്ല് വരുന്നത്. റൈറ്റ്. Then if I won a lottery, I would buy a car. ഇവിടെ നമുക്ക് കാണാൻ പറ്റും would is used to express hypothetical or unreal situation in the future, അല്ലെ? അപ്പോൾ നോക്കി, നിങ്ങൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആണ്, ഒരു അസ്യൂം ചെയ്യാണ്, അസംഷൻ ആണ്. എന്ത്? if I won a lottery, വിജയിക്കുകയാണെങ്കിൽ, അല്ലെ? അപ്പൊ would എന്തിനു ഉപയോഗിക്കാറുണ്ട്? ഹൈപ്പോത്തറ്റിക്കൽ ആണ്. I would buy a car, വാങ്ങുമായിരുന്നു. അപ്പം ഐ വുഡ് എന്ന് പറഞ്ഞ വാങ്ങുമായിരുന്നു, ഇത് ഹൈപ്പോത്തറ്റിക്കൽ ആണ്. ഇഫ് ഐ വൺ, റിയൽ അല്ല. അതും എന്തിനെ? ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഹൈപ്പോത്തറ്റിക്കൽ ആണ്, അസ്യൂം ചെയ്യാണ് ഒരു ഫ്യൂച്ചർ ആക്ഷൻ. എങ്ങനെ ആണെങ്കിൽ ഐ വുഡ് ബൈ എ കാർ. മറ്റൊന്നാണ് യു മസ്റ്റ് നോട്ട് സ്മോക്ക് ഇൻ സിനിമ ഹാൾ, അല്ലെ? ഇവിടെ മസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? സ്ട്രോങ് ഒബ്ലിഗേഷനെയാണ്, പ്രോഹിബിഷനെയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞതാണ് യു മസ്റ്റ് നോട്ട് സ്മോക്ക് ഇൻ എ സിനിമ, അല്ലെ? അതിപ്പോ സെന്റൻസ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് മസ്റ്റ് ഉപയോഗിക്കുന്നത് പ്രോഹിബിഷനെയാണ്, സ്ട്രോങ് എന്തിനെ? ഒബ്ലിഗേഷനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ കംപ്ലീറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. വിസിറ്റ് ചെയ്യാം www.ignoclasses.in. Now let me stop here. Have a nice day.